ഈ ലോകത്ത് രണ്ട് സ്ഥലങ്ങളെ ഉള്ളൂ. ഒന്ന് മൺട്രോത്തുരുത്ത്. സിനിമയിലെ നായകനെ കുറിച്ച് നിലനിർത്തി പോരുന്ന ചില ധാരണകളുണ്ട്. അതിൽ അവാർഡ് കമ്മിറ്റി പോലും വീണുപോകുന്നു. ചാനലുകാർക്കാണെങ്കിൽ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ ആർക്ക് വേണമെങ്കിലും അവാർഡ് കൊടുക്കാം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സിനിമ അവാർഡും ഈ നിലയിലേക്ക് അധപതിക്കുകയാണോ? നല്ല ഭംഗിയുള്ള നടൻ, നല്ല പേരുള്ള നടി, അവരൊക്കെ വിളിച്ച് സ്ഥലത്തുള്ളവർക്ക് കൊടുത്ത് ആ പ്രോഗ്രാം മംഗളമാക്കുക, അതിന് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമുണ്ട്. അവർക്ക് അതിൻ്റെ കാര്യമുള്ളൂ. പക്ഷേ സർക്കാർ സംഘടിപ്പിക്കുമ്പോൾ അതിന് അവാർഡ് കൊടുക്കുന്നതിൻ്റെ ഒരു മതിപ്പ് പണ്ട് മുതൽ പലരിലുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ മാഞ്ഞു പോകുന്നെങ്കിൽ പോലും അത് നിലനിർത്തുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. തഴക്കവും ഇരുത്തവും വന്ന ജൂറി അംഗങ്ങളുടെ ചിന്തയും ചെറുപ്പമാണെന്ന് കാണിക്കാനാണ് അവാർഡുകളെ വ്യതിചലിച്ചു വിടുന്നത്. മുൻനിരയിൽ നിന്നും അർഹതപ്പെട്ടവരെ തഴയാൻ കണ്ടെത്തുന്ന മാർഗമാണ് പ്രത്യേക പരാമർശം. കഴിഞ്ഞ തവണ ഇതുപോലൊരു ഉപദേശം കിട്ടിയതാണ്. എൻ്റെ ചിന്തകൾക്കൊക്കെ ചെറുപ്പക്കാരുടെ പോലെയാണെന്ന് കാണിക്കാനും അത് നല്ലതാണ്. ചെറുപ്പക്കാർക്ക് കൊടുത്തുകൊണ്ട് ഞാൻ പ്രായമായിട്ടില്ല, ഇതാണ് സിനിമ എന്ന് കാണിക്കുന്നതും നല്ലതാണ്. അങ്ങനെയുണ്ട്. ഈ ദുഃഖമെല്ലാം സ്വയം കടിച്ചമർത്തുകയാണോ എന്ന ചോദ്യത്തിന് ഇന്ദ്രൻസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. നമ്മളിവിടെ നിൽക്കുകയല്ലേ, ഇനി വലിയ രണ്ട് തടി പിടിച്ചു വെച്ചാൽ അത് കുലുങ്ങാതിരിക്കാൻ ഒരു ആപ്പ് വയ്ക്കേണ്ടി വരും. അങ്ങനെ എന്നെപ്പോലെ ചില ആപ്പുകളൊക്കെ സിനിമയിൽ എപ്പോഴും ഉണ്ടാവും. ആരെയും വിഷമിപ്പിക്കാൻ താനില്ല എന്ന് പറയുമ്പോഴും അവസാന നിമിഷം തഴയപ്പെട്ടതിന്റെ മറുപടി അർത്ഥഗർഭമായ വാക്കുകളിലൂടെ ഇന്ദ്രൻസ് വരച്ചിടുന്നു. റിപ്പോർട്ടർ, കണ്ണൂർ.